കിടപ്പിലായി അല്ലേ? എന്നിട്ടോടൊന്നും വേണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. ഡോക്ടറെ കാണാന്ന് വെച്ച് ഞാൻ വീട്ടിൽ ചെന്നു. അവിടെ ഡോക്ടറും ഇല്ല, കമ്പൗണ്ടറും ഇല്ല. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വളരെ സന്തോഷായിട്ടോ. ചിന്നപ്പേട്ട അത് വേണ്ട, ഒന്നും പറയണ്ട. പറയാൻ വരുന്നത് എന്താണെന്ന് ഈ ചിന്നപ്പന് നന്നായിട്ട് അറിയാം. അന്ന് പാലത്തിൽ നിന്ന് തലയും കുത്തി താഴേക്ക് ചാടിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിലെന്തോ കളകളിണ്ടെന്ന്. അരയിലൊരു കത്തിയും വെച്ച് ഒരുപാട് പേരെ കുത്തും കുത്തും എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഞാൻ ഇന്നുവരെ ആരെയും കുത്തിയിട്ടില്ല സാറേ. എന്നാ ചിന്നപ്പന് ഇപ്പോ ഒന്ന് കുത്തണമെന്ന് തോന്നുന്നുണ്ട് സാറിനെ. സാറേ, സാർ അവരെ ഉപേക്ഷിച്ചു അല്ലേ? അവര് മൃഗഡോക്ടറായാലെന്താ, മനുഷ്യ ഡോക്ടറായാലെന്താ? ഇത്രയും നല്ലൊരു ഭാര്യയെ സാറിന് എവിടെന്നാ കിട്ടുക? സാറിന് അവര് മൃഗഡോക്ടറായിരിക്കും, എന്നാ ചിന്നപ്പന് അവര് ദൈവം തന്നെയാ. സാറ് കണ്ടോ, എന്റെ സുഖമെല്ലാം മാറി. പണ്ട് ഈ കാലം അനക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഈ കാലം കൊണ്ട് എന്ത് കരാട്ട വേണമെങ്കിലും കളിക്കാം. ഇതിനാണ് ഞങ്ങൾ പാവങ്ങൾ കൈപുണ്യം എന്ന് പറയണത്. അവർക്ക് ആ കൈപുണ്യം ഉണ്ട് സാറേ. അല്ലെങ്കിൽ സാറിനെ രക്ഷിക്കാൻ ഉള്ളി കരഞ്ഞുകൊണ്ട് അവരെന്നെ ചികിത്സിക്കൂ. സാറിനറിയോ, മനുഷ്യനും മൃഗവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഭാര്യയെ സ്നേഹിക്കുമ്പോ സാറൊരു മനുഷ്യൻ, അവരുപേക്ഷിച്ചപ്പോ സാറൊരു മൃഗം. അല്ല, ഞാനാരാ ഇതൊക്കെ പറയാൻ?